നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ പണം സൂക്ഷിക്കുന്നത് പേഴ്സിലോ അല്ലെങ്കിൽ അലമാരയ്ക്കകത്തോ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ആയിരിക്കും. എന്നാൽ മറ്റു ചില ആൾക്കാരുണ്ട്, അവർ പണം സൂക്ഷിക്കുന്നതാകട്ടെ കട്ടിലിനടിയിൽ അല്ലെങ്കിൽ വാട്ടർ ടാങ്കിനകത്ത് അല്ലെങ്കിൽ മണ്ണിനടിയിൽ. ഈ പണത്തിനെല്ലാം തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പണമെല്ലാം തന്നെ ഇല്ലീഗലായിട്ടുള്ള പണം. ഇനി നമ്മൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളപ്പണം. കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള കുറച്ചൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള വാക്കിൽ പറഞ്ഞാൽ ഇതെല്ലാം ബ്ലാക്ക് മണിയാണ്. എന്താണ് കള്ളപ്പണം അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്നത്? നമ്മുടെ പേഴ്സിന് പുറത്തും ബാങ്കിനല്ലാതെയും സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ പണത്തിനെയും കള്ളപ്പണം എന്ന് പറയാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. പ്രധാനമായിട്ടും രണ്ട് പണത്തിനെയാണ് നമ്മൾ കള്ളപ്പണം എന്ന് പറയുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന പണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. നമുക്കറിയാം അത് ഡേർട്ടി ബിസിനസ്സാണ്, അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ വാർത്തകളിൽ കാണാറില്ലേ, വെള്ളിമൂങ്ങയെ വിൽക്കുന്നു, ഇരുതല മൂരീനെ വിൽക്കുന്നു, നക്ഷത്രാമേനെ വിൽക്കുന്നു. ഇതെല്ലാം തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരാൾക്ക് പണം കിട്ടുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ബ്ലാക്ക് മണിയാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം നിങ്ങൾ കുറച്ച് കാണിക്കുന്നു. എന്തിന്? നികുതി അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വരുമാനം കുറച്ച് കാണിക്കുന്നു. അതും ബ്ലാക്ക് മണിയാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വരുമാനം, ഒന്ന് ഇല്ലീഗൽ വരുമാനവും ഒന്ന് നിങ്ങളുടെ വരുമാനം കുറച്ച് കാണിക്കുന്നു, നികുതി വെട്ടിപ്പ് നടത്തുന്നു. രണ്ടും തന്നെ ബ്ലാക്ക് മണി അല്ലെങ്കിൽ കള്ളപ്പണം എന്ന കാറ്റഗറിയിൽ വരും. ഇനി പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഈ ആൾക്കാർ കട്ടിലിനടിയിലും വാട്ടർ ടാങ്കിനകത്ത് മാത്രമാണോ കള്ളപ്പണം സൂക്ഷിക്കുന്നത്? അതൊക്കെ പണ്ടത്തെ രീതി. ഇന്ന് ഒരുപാട് കാലം മാറിയതിനനുസരിച്ച് കള്ളപ്പണം സൂക്ഷിക്കുന്ന രീതിയും മാറിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കള്ളപ്പണം എന്ന് പറയുന്നത് ഒരു ഇല്ലീഗലായിട്ടുള്ള മാർഗത്തിലൂടെ കിട്ടുന്ന പണമാണ്. ഒരിക്കലും കള്ളപ്പണം സൂക്ഷിക്കരുത്. എന്നിരുന്നാലും സൂക്ഷിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയണ്ടേ? അതിലൊന്നാമത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫിസിക്കൽ ക്യാഷ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ പല ആരും കാണാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നു. രണ്ടാമതായിട്ട് റിയൽ എസ്റ്റേറ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ്? റിയൽ എസ്റ്റേറ്റ് നമുക്കറിയാം, ഒരു വസ്തുവോ ഒരു കെട്ടിടമോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു. അതായത് മാർക്കറ്റ് വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, അതായത് ഈ പറയുന്ന മുദ്രപത്രത്തിൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൽ കുറഞ്ഞ വില കാണിക്കുന്നു, സ്റ്റാമ്പ് പേപ്പറിൽ കുറഞ്ഞ വില കാണിച്ച് വസ്തു മേടിക്കുന്നു, എന്നിട്ട് പിന്നീട് ഭാവിയിൽ ഉയർന്ന വിലയ്ക്ക് ആ വസ്തു വിൽക്കുന്നു. അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇനി കള്ളപ്പണത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഉറവിടമാണ് ബിനാമി ഇടപാടുകൾ എന്ന് പറയുന്നത്. ബിനാമികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് പലപ്പോഴും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിലല്ലാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ പേരിൽ വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ വരുമാനം ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ പേരിലൊക്കെ മാറ്റുന്നതിനെ പറ്റി നമ്മൾ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവരെയാണ് നമ്മൾ ബിനാമികൾ എന്ന് പറയുന്നത്, പ്രോക്സികൾ. അപ്പോൾ ഇവരുടെ കയ്യിലോട്ട് വരുന്ന വരുമാനം ബിനാമിയുടെ പേരിലാക്കി മാറ്റുന്നത് വഴി ഇവർ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നു. ഇതാണ് ബിനാമി ഇടപാടുകൾ. അപ്പോൾ കള്ളപ്പണം ഈ പറയുന്ന പോലെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കി മാറ്റുന്നതിൽ ബിനാമി ഇടപാടുകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി മൂന്നാമത് മറ്റൊരു കാര്യമാണ് ഹവാല ഇടപാടുകൾ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ ഈ ഒരു ഹവാല ഇടപാടുകളെ പറ്റി കേൾക്കാറുണ്ട്. അതായത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കള്ളപ്പണം നേടിയെടുക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ വന്ന കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കയിലുള്ള ഒരു ഹവാല ഇടപാടുകാരനെ കോൺടാക്ട് ചെയ്യുന്നു. അദ്ദേഹം വഴി അദ്ദേഹത്തിന് ഈ ഒരു കള്ളപ്പണം കൈമാറുകയും ഇന്ത്യയിലുള്ള ഈ ഹവാല ഇടപാടുകാരൻ്റെ ഏജൻറ്റ് വഴി ആ പണത്തിനെ വെളുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹവാല ഇടപാടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹവാല വഴി എന്ത് ചെയ്യാറുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരുപാട് പരിപാടികൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇനി അടുത്ത മറ്റൊരു മാർഗ്ഗമാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉപയോഗിക്കുക എന്നുള്ളത്. സന്നദ്ധ സംഘടനകൾ, പലപ്പോഴും കറപ്റ്റഡ് ആയിട്ടുള്ള കുറേ സന്നദ്ധ സംഘടനകൾ ഉണ്ടാവും. ഈ സന്നദ്ധ സംഘടനകൾ വഴി പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് വാക്കുകളൊന്ന് നോക്കണം. ഒന്ന് ഷെൽ കമ്പനിയും ഒന്ന് ടാക്സ് ഹേവൻ. ഷെൽ കമ്പനി എന്ന് വെച്ചാൽ പലപ്പോഴും ഒരു രാജ്യത്ത് ഒരു വ്യക്തി ആരംഭിക്കുന്ന, അല്ലെങ്കിൽ വ്യക്തി ഒരു സ്ഥാപനം ആരംഭിക്കുന്ന കമ്പനിയാണ് ഷെൽ കമ്പനി. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പുറന്തോട്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഷെൽ, പുറന്തോട് മാത്രമേ ഉള്ളൂ, അകത്ത് കാര്യമായിട്ടുള്ള പ്രവർത്തനം ഒന്നും നടക്കാതിരിക്കുന്ന കമ്പനികളെയാണ് ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത്. പലപ്പോഴും നികുതി വെട്ടിക്കാൻ വേണ്ടി വ്യക്തികളോ സ്ഥാപനങ്ങളോ ആരംഭിക്കുന്ന കമ്പനികളാണ് ഷെൽ കമ്പനികൾ. ഇനി ടാക്സ് ഹെവൻസ് എന്താണ്? ടാക്സ് ഹെവൻസ് എന്ന് പറഞ്ഞാൽ നികുതി വളരെ കുറവ് മാത്രം അടച്ചാൽ മതി, അല്ലെങ്കിൽ 0% നികുതി അടച്ചാൽ മതി എന്നുള്ള രാജ്യങ്ങളെയാണ് ടാക്സ് ഹെവൻസ് എന്ന് പറയുന്നത്.
മൗറീഷ്യസ്, സ്വിറ്റ്സർലാൻഡ്, കെയ്മൻ ഐലൻഡ്, ഈ രാജ്യങ്ങളുടെ പ്രത്യേകത ഇവിടെയൊക്കെ നികുതി വളരെ കുറവാണ്, അല്ലെങ്കിൽ 0% നികുതിയാണുള്ളത്. അപ്പോൾ ടാക്സ് ഹെവൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെൽ കമ്പനിയും എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ നോക്കുന്ന കാര്യം, ഈ ഷെൽ കമ്പനീനെയും ടാക്സ് ഹെവൻസിനെയും ഉപയോഗിച്ച് ആൾക്കാർ കള്ളപ്പണം വെളുപ്പിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഒരു വ്യക്തിക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ഈ പറയുന്ന ടാക്സ് ഹെവൻ മൗറീഷ്യസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വിറ്റ്സർലാൻഡിലോ കെയ്മൻ ഐലൻഡിലോ വേറൊരു ഷെൽ കമ്പനിയും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം ഈ പറയുന്ന ഷെൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് സേവനങ്ങൾ വാങ്ങുന്നു, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ പേറ്റന്റ് വാങ്ങുന്നു എന്ന വ്യാജേന ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, ഇദ്ദേഹത്തിൻ്റെ ബുക്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ബുക്കിൽ എഴുതി വയ്ക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം എന്താ പറയുന്നത്? ഈ പറയുന്ന സേവനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പേറ്റന്റിന് നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനി കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുക്കണമെന്നും പറയുന്നു. അതായത് ആ ഷെൽ കമ്പനി ഇങ്ങോട്ട് സേവനം തരുന്നു, അതിന് നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ യാതൊരു സേവനവും ആ കമ്പനി, ഈ പറയുന്ന ഇന്ത്യയിലെ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടാകില്ല. അവിടെ എന്തിനാ അങ്ങനെ എഴുതി ചേർക്കുന്നത്? ഈ കമ്പനി ഇതിന് പകരമായിട്ട് പേയ്മെൻറ്റ് മറ്റ് രാജ്യത്തോട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ആ രാജ്യത്ത് ആ പേയ്മെൻറ്റ് ചെല്ലുമ്പോൾ അവർക്ക് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ബ്ലാക്ക് മണിയായി മാറുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പണം കേന്ദ്ര സർക്കാരിൻ്റെ വരുമാന മാർഗമായി മാറാനുള്ളതായിരുന്നു. നമ്മൾ ഈ കള്ളപ്പണത്തിനെ പറ്റിയും അതുപോലെ തന്നെ കള്ളപ്പണം എങ്ങനെയാണ് ആൾക്കാർ സൂക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കള്ളപ്പണം ഇത്രയും പ്രശ്നമായിട്ട് മാറുന്നത്? നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വാർത്തകളിലൊക്കെ കള്ളപ്പണം വലിയ രീതിയിൽ ഇടം പിടിക്കുന്ന എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനത്തിൽ ഇടിവുണ്ടാക്കുന്നു. കാരണം നമുക്കറിയാം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് നികുതിയാണ്, ടാക്സാണ്. അപ്പോൾ ആൾക്കാർ ടാക്സ് വെട്ടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം കുറയുന്നു. ഗവൺമെൻറ്റിൻ്റെ വരുമാനം കുറഞ്ഞാൽ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രശ്നം, നികുതി വരുമാനത്തിൽ ഇടിവുണ്ടാകുന്നു. രണ്ടാമത്തതായിട്ട്, രാജ്യത്ത് അസമത്വം വലിയ രീതിയിൽ കൂടും. ഉള്ളവൻ വീണ്ടും പണമുള്ളവനായിട്ടും ഇല്ലാത്തവൻ വീണ്ടും പണമില്ലാത്തവനായിട്ടും മാറുന്നതിന് ഈ കള്ളപ്പണം വലിയൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. മൂന്നാമതായിട്ട്, നമ്മുടെ രാജ്യത്തുള്ള പല ക്രിമിനൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ടെററിസം ആക്ടിവിറ്റീസിനും പ്രധാനപ്പെട്ട ഫണ്ടിങ് എന്ന് പറയുന്നത് ഈ കള്ളപ്പണത്തിലൂടെയുള്ള ഫണ്ടിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കള്ളപ്പണത്തിൻ്റെ ഏറ്റവും ദൂഷ്യവശം എന്ന് പറയുന്നത് ഇത് ടെററിസത്തിന് ഫണ്ട് ചെയ്യുന്നു, ക്രിമിനൽ ആക്ടിവിറ്റീസിന് ഫണ്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, നമ്മുടെ രാജ്യത്ത് ഒരു പാരലൽ അല്ലെങ്കിൽ ഒരു ഷാഡോ എക്കണോമി ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ പാരലൽ അല്ലെങ്കിൽ ഷാഡോ എക്കണോമി എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ RBI മോണിറ്ററി പോളിസി, പണനയം പ്രഖ്യാപിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ധനനയം, ഫിസ്ക്കൽ പോളിസിയും പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ ഇത് രണ്ടും ഏൽക്കാത്ത ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നു, ഷാഡോ എക്കണോമി. കാരണം പണനയം പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിലെ പണം അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിലോട്ട് കൂടുതൽ പണം എത്തിക്കണമെന്നുണ്ടെങ്കിൽ RBIക്ക് അറിയണം പണം എവിടെയാണെന്ന്. പക്ഷേ കള്ളപ്പണം എവിടെയാണെന്ന് RBIക്ക് വല്ല വിവരമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പണനയം കള്ളപ്പണത്തിന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല. ഇനി മറ്റൊന്ന്, ധനനയം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് നികുതി കൂട്ടുന്നു, നികുതി കുറയ്ക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നികുതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ ജനങ്ങൾ നികുതി അടയ്ക്കുന്ന പണത്തിന് മേൽ മാത്രമേ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കൂ. എന്നാൽ നികുതി വെട്ടിപ്പ് നടത്തുന്നവർക്ക് ഇതെന്തെങ്കിലും ബാധകമാകുമോ? ഇല്ല. അപ്പോൾ ഈ ഫിസ്ക്കൽ പോളിസിയും ഈ പറയുന്ന കള്ളപ്പണത്തിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഒരു ഷാഡോ എക്കണോമി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നു. ഇതുകൂടാതെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്കും ഒരു പരിധിക്ക് മുകളിൽ നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം പോയാൽ അതും ഒരു കാരണമാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം ഇതായിരിക്കും, നമ്മുടെ രാജ്യത്ത് ഇത്രയും പ്രശ്നമുണ്ടാക്കുന്ന കള്ളപ്പണം തടയാൻ ഒരു മാർഗവുമില്ലേ, ഒരു വഴിയുമില്ലേ? എന്നാൽ വഴിയുണ്ട്. आज मध्यरात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे। രണ്ടായിരത്തി 16 നവംബർ 8 നമ്മൾ ആരും ആ ദിവസം മറക്കില്ല. കാരണം
അന്ന് രാത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി കള്ളപ്പണത്തിനെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്കായിട്ടുള്ള ഡീമോണിറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്നത്. അന്ന് മുതൽ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നമ്മുടെ രാജ്യത്ത് അസാധുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് 500-ഉം 1000-ഉം ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സർക്കുലേഷനിലുള്ള 80% നോട്ടുകളും 500-ഉം 1000-ന്റേതായിരുന്നു. മാത്രമല്ല ആൾക്കാർ കള്ളപ്പണം 5-ന്റെയും 10-ന്റെയും ആയി സൂക്ഷിക്കില്ലല്ലോ. അതുകൊണ്ടാണ് 500-ഉം 1000-ഉം നോട്ടുകൾ ഗവൺമെന്റ് നിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇനി ഈ ഒരു കള്ളപ്പണം തടയാൻ വേണ്ടിയിട്ട് നടത്തിയ നോട്ട് നിരോധനം വിജയമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായമുണ്ട്. അതായത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കള്ളപ്പണം നിയന്ത്രിക്കുക എന്നതായിരുന്നെങ്കിലും അതിന് പുറമെ കള്ളനോട്ട് നിയന്ത്രിക്കുക, ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുക, അത്തരത്തിലുള്ള ഒരുപാട് ലക്ഷ്യങ്ങളും ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ കള്ളപ്പണം നിയന്ത്രിക്കുക എന്നുള്ളത് അത്രത്തോളം സക്സസ്ഫുള്ളായി ഗവൺമെന്റിന് കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യം ഒരു ഡിജിറ്റൽ എക്കണോമിയിലോട്ട് പരിവർത്തനം നടത്തുന്നതിൽ ആ 2016 നവംബർ 8 പ്രഖ്യാപനം വഴിയൊരുക്കി എന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാം ഇന്ന് ചായ കുടിക്കുമ്പോൾ പോലും UPI പേയ്മെന്റ് നടത്താറില്ലേ? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഡീമോണിറ്റൈസേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പല ആൾക്കാർക്കും കള്ളപ്പണവും കള്ളനോട്ടും ഒന്നാണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്നാൽ ആ സംശയം വേണ്ട. കാരണം രണ്ടാണ്. കള്ളപ്പണം എന്ന് പറയുന്നത് ബ്ലാക്ക് മണി, അതായത് RBI പ്രിന്റ് ചെയ്യുന്ന പണം തന്നെയാണ്. പക്ഷെ ജനങ്ങളുടെ കയ്യിൽ നികുതി അടയ്ക്കാതെയോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റിയോ വഴി വരുന്ന പണമാണ് കള്ളപ്പണം എന്ന് പറയുന്നത്. എന്നാൽ കള്ളനോട്ടെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് സ്വന്തമായി പ്രിന്റ് ചെയ്യുന്ന പണത്തിനെയാണ് കള്ളനോട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് കറൻസി എന്ന് പറയാം. കള്ളനോട്ടും കള്ളപ്പണവും രണ്ടും തന്നെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ടിനെയും നമുക്ക് ഒറ്റക്കെട്ടായി എതിർക്കേണ്ടത് ആവശ്യമാണ്.